LLB പാസ്സായ എല്ലാവരും നിർബന്ധമായും എഴുതേണ്ട ഒരു പരീക്ഷയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ അഥവാ എയ്ബ് എന്നുള്ളതാണ് ഈ പരീക്ഷ. 2010 ശേഷം LLB ഡിഗ്രി എടുത്തിട്ടുള്ളവരെല്ലാവരും ഈ ഒരു പരീക്ഷ എഴുതണമെന്നാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അനുശാസിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. എയ്ബ് 20 ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ്റെ 20th എഡിഷനാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ എയ്ബ് 20ൻ്റെ ഒരു ഓവർവ്യൂ, അതേപോലെ ഒരു അപ്രോച്ച്, ആ എക്സാമിൻ്റെ പാറ്റേൺ, സിലബസ്, അതുപോലെ ആ എയ്ബ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഒന്നിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എയ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്, എയ്ബിൻ്റെ ആവശ്യകത എന്താണ് എന്ന് നമുക്ക് കണ്ടുകൊണ്ട് തുടങ്ങാം. ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒരു പോസ്റ്റ് എൻറോൾമെൻറ്റ് സർട്ടിഫിക്കേഷൻ എക്സാം ആണ്. എന്ന് പറഞ്ഞാൽ LLB ഡിഗ്രി എടുത്തതിന് ശേഷം ഒരു പ്രൊവിഷണൽ എൻറോൾമെൻ്റ് ഉണ്ട്. ബാർ കൗൺസിൽ ഓഫ് കേരള നടത്തുന്ന പ്രൊവിഷണൽ എൻറോൾമെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരു പ്രൊവിഷണൽ എൻറോൾമെൻറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ലഭിക്കും. അപ്പം അതിന് ശേഷമാണ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ അഥവാ എയ്ബ് എന്നുള്ള പരീക്ഷ സാധാരണ എല്ലാവരും എഴുതുന്നത്. ഈ പരീക്ഷ നടത്തുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. ബാർ കൗൺസിൽ ഓഫ് കേരള അല്ല, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ് ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഈ പരീക്ഷ വിജയിച്ചാൽ മാത്രമാണ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് അഥവാ COP നമുക്ക് ലഭിക്കുക. ഈ COP ലഭിച്ചാൽ മാത്രമേ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു അനുവാദം നമുക്ക് ലഭിക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റീവിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി LLB പാസ്സായ ആളുകളാണ് എല്ലാവരും തന്നെ. ഗവൺമെൻറ് അംഗീകരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നിന്ന് LLB ഡിഗ്രി എടുത്തതിന് ശേഷം പിന്നെ എന്തിന് വീണ്ടും ഒരു പരീക്ഷ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം ഇതാണ്. പലപ്പോഴും LLB പരീക്ഷകൾ, യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന LLB പരീക്ഷകൾ ഒരു സബ്ജക്റ്റീവായിട്ടുള്ള റിട്ടേൺ രൂപത്തിലുള്ള പരീക്ഷയാണ്. അപ്പോൾ ആ പരീക്ഷ ടെസ്റ്റ് ചെയ്യാത്ത ചില നോളജ് ഏരിയകളുണ്ട്, അല്ലെങ്കിൽ ചില ചിന്തിക്കുന്ന രീതികളുണ്ട്. അതേപോലെ പ്രൊഫഷണൽ എത്തിക്സ് എന്നുള്ള ആംഗിള് ടെസ്റ്റ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട്. ഒരു പരിധിവരെ മാത്രമേ അവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കാനായിട്ട് പല സംസ്ഥാനത്തെ പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാസ്സായി വരുന്നവരെല്ലാവരും തന്നെ അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപ് ഒരു കോമൺ എക്സാം എഴുതണം, ഒരു സർട്ടിഫിക്കേഷൻ എക്സാം എഴുതണം. അതിന് ഒരു മിനിമം മാർക്ക് വാങ്ങി പാസ്സാവുകയും വേണം എന്നുള്ളതാണ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണല്ലോ ഈ അഡ്വക്കസി എന്നുള്ള പ്രൊഫഷൻ്റെ റെഗുലേറ്റർ. അപ്പോൾ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന ഒരു എക്സാമാണിത്. ഇത് 2010 മുൻപ് LLB ഡിഗ്രി എടുത്തവർക്ക് ഇത് ബാധകമല്ല. 2010 ശേഷം LLB ഡിഗ്രി എടുത്തവർ ഈ എയ്ബ് എന്നുള്ള എക്സാം എഴുതിയാൽ മാത്രമാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടുക. ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസും സർട്ടിഫിക്കറ്റ് ഓഫ് എൻറോൾമെൻറ്റും തമ്മിലുള്ളൊരു വ്യത്യാസം നമുക്കൊന്ന് കണ്ടു നോക്കാം. സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഇത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഡോക്യുമെൻ്റാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ തരുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്. അത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാർ കൗൺസിലുകൾ വഴി അയക്കും. സ്റ്റേറ്റ് ബാർ കൗൺസിലിൽ നിന്നായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും ആ പരീക്ഷ നടത്തുന്നതും ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയാണ്. ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് മുൻപ് പലപ്പോഴും LLB ഡിഗ്രി എടുത്തതിന് ശേഷം, അതായത് ഇതിൻ്റെ പ്രോസസ്സ് ഇങ്ങനെയാണ്. ഒരു വിദ്യാർത്ഥി LLBക്ക് വേണ്ടി ഒരു കോളേജിൽ ചേർന്ന് പഠിക്കുന്നു. അതിനുശേഷം പരീക്ഷകളെല്ലാം എഴുതി പാസ്സായി LLB ഡിഗ്രി ലഭിക്കുന്നു. LLB ഡിഗ്രി ലഭിച്ചതിന് ശേഷം അതത് സ്റ്റേറ്റ് ബാർ കൗൺസിലിൽ എൻറോൾ ചെയ്യുന്നു. അപ്പം കേരളത്തിലെ കുട്ടികളാണെങ്കിൽ ബാർ കൗൺസിൽ ഓഫ് കേരളയിൽ എൻറോൾ ചെയ്ത് ഒരു അഡ്വക്കേറ്റായി മാറുന്നു. പക്ഷെ അവിടെ ലഭിക്കുന്ന ഒരു പ്രൊവിഷണൽ എൻറോൾമെൻ്റ് ആണ്. ആ പ്രൊവിഷണൽ എൻറോൾമെൻ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 വർഷത്തിനുള്ളിൽ ആ വിദ്യാർത്ഥി അല്ലെങ്കിൽ അഡ്വക്കേറ്റായിട്ട് പ്രൊവിഷണലി എൻറോൾ ചെയ്ത ആ കാൻഡിഡേറ്റ് എയ്ബ് എക്സാം എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് നേടിക്കൊള്ളാം എന്നുള്ള
ഒരു അണ്ടർടേക്കിങ്ങിലാണ് ആ ഒരു എൻറോൾമെന്റ് നടക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം. സർട്ടിഫിക്കറ്റ് ഓഫ് എൻറോൾമെന്റ് ഇഷ്യൂ ചെയ്യുന്നത് സ്റ്റേറ്റ് ബാർ കൗൺസിലും സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് ഇഷ്യൂ ചെയ്യുന്നത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുമാണ്. ഇനി ഈ എയിബ് എന്നുള്ളൊരു പരീക്ഷയെ സീരിയസ് ആയിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇങ്ങനൊരു പരീക്ഷ എഴുതി പാസ്സായില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എനിക്ക് ഓൾറെഡി ഒരു പ്രൊവിഷണൽ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ സർട്ടിഫിക്കറ്റിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാം, വക്കാലത്ത് എടുക്കാനും പറ്റും. അപ്പോൾ എൻറോൾമെന്റ് കഴിയുന്നതോടുകൂടി തന്നെ ഒരാൾ വക്കീലാവുകയും ഒരു ലോയർ എന്നുള്ള നിലയിൽ നിന്ന് അഡ്വക്കേറ്റായി മാറുകയും വക്കാലത്ത് എടുത്തു തുടങ്ങാനും സാധിക്കും. അപ്പോൾ അതിനുശേഷം പിന്നെ ഈ ഒരു പരീക്ഷയുടെ ആവശ്യമുണ്ടോ, ഈ പരീക്ഷയെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നമുക്ക് കിട്ടുന്നത് ഒരു പ്രൊഫഷണൽ എൻറോൾമെന്റ് ആണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ കാര്യം. അതായത് ഒരു അഡ്വക്കേറ്റായിട്ട് താൽക്കാലികമായി മാത്രം എൻറോൾ ചെയ്യപ്പെട്ട ഒരു വ്യക്തി ഈ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ എഴുതി പാസ്സായാൽ മാത്രം ലഭിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമാണ് എല്ലാ അർത്ഥത്തിലും ഒരു അഡ്വക്കേറ്റായിട്ട് മാറുന്നത്. അപ്പോൾ അതുകൊണ്ട് എയിബ് പാസ്സാവാതെ ഒരു 2 വർഷത്തിന് ശേഷവും എൻറോൾമെന്റിന് ശേഷം ഒരു 2 വർഷത്തിന് ശേഷവും പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 2 വർഷം വരെ എൻറോൾമെന്റ് ചെയ്തതിന് പ്രൊവിഷണൽ എൻറോൾമെന്റ് വെച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പക്ഷെ 2 വർഷത്തിന് ശേഷവും ആ ഒരു പ്രൊവിഷണൽ എൻറോൾമെന്റ് മുഖാന്തരം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ ബാർ കൗൺസിലിന് ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. അത് അനുവദിച്ചിട്ടുള്ള കാര്യമല്ല. 2 വർഷം വരെ അനുവാദമുണ്ട്. 2 വർഷത്തിനുള്ളിൽ എയിബ് എഴുതി പാസ്സാവണം. 2 വർഷത്തിനുള്ളിൽ എയിബ് എഴുതി പാസ്സായില്ലെങ്കിൽ ആ എൻറോൾമെന്റ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നത് പോലെയാണ്. ആ എൻറോൾമെന്റിന് പിന്നെ ഒരു നിയമസാധുതയില്ല. പിന്നെ എപ്പോഴാണ് എയിബിന് എത്ര തവണ മാത്രമേ എയിബ് എഴുതാവുന്നൊന്നുമില്ല, എത്ര തവണയും എഴുതാം. പക്ഷെ ഓരോ തവണ എഴുതുമ്പോഴും അതിന്റെ ഫീസ് അടച്ച് ആ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പരീക്ഷ എഴുതണം. ആ പാസ്സായി കഴിഞ്ഞു മാത്രമാണ് ആ എൻറോൾമെന്റ് സ്ഥിരപ്പെടുക. ആ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടുന്നത് വരെ എയിബ് എഴുതേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എയിബ് പരീക്ഷയ്ക്ക് എഴുതാൻ ഇരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എയിബ് എഴുതിയിട്ട് വിജയിക്കാതിരിക്കുകയോ ചെയ്താൽ എന്ത് സംഭവിക്കും? സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടില്ല. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് കിട്ടില്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രൊഫഷണൽ എൻറോൾമെന്റ് വിൻഡോ ആ ഒരു പീരീഡ് കഴിയുമ്പോൾ അവസാനിക്കും. ഇപ്പോഴത്തെ രീതിയിൽ ആ ഒരു പീരീഡ് പ്രൊഫഷണൽ എൻറോൾമെന്റ് പീരീഡ് 2 വർഷമാണ്. അപ്പോൾ 2 വർഷത്തിന് ശേഷം കോടതിയിൽ അപ്പിയർ ചെയ്യാനോ കേസ് ഫയൽ ചെയ്യാനോ വക്കാലത്ത് എടുക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പം ചില സ്റ്റേറ്റുകളിൽ ഈ 2 വർഷം കഴിഞ്ഞും എയിബ് പാസ്സായില്ലെങ്കിൽ ചിലപ്പോൾ ആ എൻറോൾമെന്റ് സസ്പെൻഡ് ചെയ്യപ്പെടുമെന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ വീണ്ടും റീ എൻറോൾ ചെയ്യേണ്ടതായിട്ടും വരാറുണ്ട്. അപ്പോൾ റീ എൻറോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ ഫീസുകളും ചടങ്ങുകളും എല്ലാം നടന്നാൽ മാത്രമാണ് റീ എൻറോൾമെന്റ് നടക്കുക. അപ്പോൾ ഒരിക്കൽ എൻറോൾ ചെയ്ത ആൾക്കാർക്ക് അറിയാം ഒരു എൻറോൾമെന്റ് എന്നുള്ള ആ ഒരു പ്രോസസ്സിന് വേണ്ടി തന്നെ എന്തെല്ലാം കടമ്പകളിൽ കൂടെ കടന്നിട്ടാണ് ഒരാൾ എൻറോൾ ചെയ്യുക എന്നുള്ളത്. അതിന് എന്തെല്ലാം ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വന്നു, അതിന്റെ ഓരോ ഡോക്യുമെന്റും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് പലതിനും നോട്ടറി അറ്റസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്താണ് പോകുന്നത്. അതിൻ്റെതായ ഫീസുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വീണ്ടും ചെയ്യേണ്ട വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും വേഗം എയിബ് എക്സാം പാസ്സാവുക എന്നുള്ളതാണ് പലരുടെയും മുമ്പിൽ ഉള്ള ഒരേ ഒരു മാർഗം. അതാണ് വഴി. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ പരീക്ഷ പാസ്സാവാതെ ഒരു വക്കീലായിട്ട് ആരെങ്കിലും തുടരുന്നുണ്ടെങ്കിൽ 2 വർഷത്തിന് ശേഷം എൻറോൾമെന്റിന് 2 വർഷത്തിന് ശേഷം തുടരുന്നുണ്ടെങ്കിൽ അതിനെതിരെ പലപ്പോഴും സ്റ്റേറ്റ് ബാർ കൗൺസിലിന് ഡിസിപ്ലിനറി ആക്ഷനും എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോയിൽ ഇതുവരെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ എത്രയും പെട്ടെന്ന് എയിബ് എന്നുള്ള പരീക്ഷ എഴുതി നിങ്ങൾ പ്രാക്ടീസിന് തടസ്സമില്ലാതെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ. അതായത് എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അഡ്വക്കേറ്റ്സ് ആയിരിക്കും ഈ വീഡിയോ കാണുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഭൂരിഭാഗവും. അപ്പോൾ അങ്ങനെ എൻറോൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളവർ, പ്രൊവിഷണൽ എൻറോൾമെന്റ് കിട്ടിക്കഴിഞ്ഞിട്ടുള്ളവർ നിങ്ങളുടെ ആ ഒരു പ്രാക്ടീസിന് യാതൊരു തടസ്സവും നേരിടണ്ട എന്നുണ്ടെങ്കിൽ എത്രയും വേഗം എയിബ് എന്നുള്ളൊരു പരീക്ഷ എഴുതി പാസ്സാവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി ഈ ഒരു പരീക്ഷ എത്ര ബുദ്ധിമുട്ടുള്ള പരീക്ഷയാണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്കൊന്ന് നോക്കാം. എയിബിന്റെ സക്സസ് റേറ്റ് എത്രയാണ്? അപ്പോൾ ഈ ഒരു പരീക്ഷ ഒരു കോമ്പറ്റിറ്റീവ് പരീക്ഷയല്ല,
ഒരു മിനിമം മാർക്ക് കിട്ടിയാൽ പാസ്സാവുന്ന പരീക്ഷയാണ്. പക്ഷേ മിനിമം മാർക്ക് കിട്ടാത്ത ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു പ്രത്യേകത, ഈ ഒരു പരീക്ഷയുടെ ഒരു പ്രത്യേകത. മിനിമം മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം. മിനിമം മാർക്ക് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ്സിന്, അതേപോലെ OBC കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിന്, ജനറൽ OBC കാൻഡിഡേറ്റ്സിന് 45% മാർക്കാണ് EBE പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് വേണ്ടത്. അതായത് 100-ൽ 45 മാർക്ക് കിട്ടിയാൽ ജനറൽ OBC കാൻഡിഡേറ്റ്സ് EBE പരീക്ഷ വിജയിച്ചതായിട്ട് കണക്കാക്കും. SC/ST കാൻഡിഡേറ്റ്സിന് 40% മാർക്ക് മതി. എന്നാൽ ഈ 45% അല്ലെങ്കിൽ 40% എന്നുള്ള ആ ഒരു കടമ്പ കടക്കാൻ നിരവധി LLB ഗ്രാജുവേറ്റ്സ് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ RTI മുഖേന ബാർ കൗൺസിലിലേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചപ്പോൾ, അതായത് EBE പരീക്ഷയുടെ വിജയശതമാനം ചോദിച്ചപ്പോൾ കിട്ടിയ കണക്കുകൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ 2 EBE പരീക്ഷയുടെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. EBE 19, അതായത് 2024 നടന്ന EBE പരീക്ഷ, ഏകദേശം 2 ലക്ഷത്തോളം കാൻഡിഡേറ്റ്സ് അതിന് രജിസ്റ്റർ ചെയ്ത് അപ്പിയർ ചെയ്തു. അതിൽ 1,77,000 പേര് പാസ്സായി. പക്ഷെ 50,000 പേര് ആ പരീക്ഷ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതായത് അതിൻ്റെ വിജയശതമാനം 77%, പക്ഷേ 22% ആളുകൾ ആ പരീക്ഷ പരാജയപ്പെട്ടു. ഇത് അതിന് തൊട്ടുമുമ്പുള്ള EBEനേക്കാളും വളരെ മെച്ചപ്പെട്ട ഒരു കണക്കാണെന്നുള്ളതാണ്. അത് EBE 18 2023 നടന്ന പരീക്ഷയിൽ 1,44,000 ആളുകളെ അപ്പിയർ ചെയ്തു. അതിൽ വിജയിച്ചവരുടെ എണ്ണം പരാജയപ്പെട്ടവരുടെ എണ്ണത്തേക്കാൾ കുറവാണ്. 69,000 പേരാണ് ആ പരീക്ഷ വിജയിച്ചത്, പക്ഷേ 74,000 പേര് പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അതായത് വിജയശതമാനം 48-ഉം പരാജയ ശതമാനം 51%. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, LLB ഓരോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് LLB പാസ്സായതിനു ശേഷം അവരുടെ നിയമത്തിലുള്ള അറിവും അവരുടെ പ്രൊഫഷണൽ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന ഒരു പരീക്ഷയാണ് EBE പരീക്ഷ. ആ പരീക്ഷ 50%-ൽ കൂടുതൽ ആളുകൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത് 2023-ൽ. 2024 സ്ഥിതി മെച്ചപ്പെട്ടെങ്കിൽ പോലും 22% ആൾക്കാർ അവിടെയും പരാജയപ്പെടുകയാണ്. അതായത് 77% ആളുകൾക്ക് അവിടെ അപ്പോഴും വിജയിക്കാൻ പറ്റിയിട്ടുള്ളൂ. 50,000-ഓളം പേരാണ് അപ്പോൾ പരാജയപ്പെടുന്നത്. അപ്പോഴും പരാജയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിൽ വീണ്ടും എഴുതാമെന്നുള്ളതൊരു നല്ല കാര്യം. ഈ പരീക്ഷ വീണ്ടും എഴുതാം, പക്ഷേ വീണ്ടും എഴുതുമ്പോഴും വീണ്ടും ഈ പരീക്ഷയെ സീരിയസ് ആയിട്ട് കണ്ട് അതിനുവേണ്ടി തയ്യാറെടുത്ത് പോകേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാര്യം EBE പരീക്ഷയ്ക്ക് ഇപ്പോഴത്തെ ഫീസ് 3,500 രൂപയാണ്. ആ പരീക്ഷയുടെ ഫീസ്, അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ ബന്ധപ്പാട്, ആ പരീക്ഷ എഴുതാനായിട്ട് ഒരു ദിവസം അതിനുവേണ്ടി പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പോൾ ഇതിന് വളരെ ലൈറ്റായിട്ട് എടുത്ത് അങ്ങ് പോയി എഴുതിയാൽ എല്ലാവരും പാസ്സാകുമെന്ന് വിചാരിച്ചാൽ പലപ്പോഴും അങ്ങനെ ആവണമെന്നില്ല സ്ഥിതി. ഈ പരീക്ഷയ്ക്ക് കൊടുക്കേണ്ട അർഹിക്കുന്ന ഗൗരവം കൊടുക്കണം, എന്നാലേ ഇത് പാസ്സാവുള്ളൂ. മാത്രമല്ല EBE പണ്ടൊക്കെ വർഷത്തിൽ 2 തവണയായിരുന്നു. EBE എന്നുള്ളൊരു പരീക്ഷ ബാർ കൗൺസിൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വർഷത്തിൽ 2 പ്രാവശ്യം EBE പരീക്ഷ നടത്തണമെന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രാക്ടിക്കലി വർഷത്തിൽ 1 തവണ മാത്രമാണ് EBE നടക്കുന്നത്. ഇപ്പോൾ 2023-ലും 24-ലും 25-ലും അതേപോലെ വർഷത്തിൽ 1 തവണയേ ഉള്ളൂ EBE നടക്കുന്നുള്ളൂ. അപ്പം ആ രീതിയിൽ മുമ്പോട്ട് ആലോചിച്ചാൽ ഇനിയുള്ള 2 വർഷവും ഓരോരോ EBE മാത്രം ഉള്ളെങ്കിൽ നമ്മുടെ തുടർച്ചയായ ആ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള ഒരു പ്രാക്ടീസ് ലഭിക്കാൻ നമുക്ക് എഫക്റ്റീവ്ലി 2 ചാൻസ് ആയിരിക്കും പലപ്പോഴും കിട്ടുക. അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് വന്നതിന് ശേഷം പരീക്ഷ എഴുതി പാസ്സായിട്ടാണ് പിന്നീട് ഇത് എടുക്കാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ആദ്യ തവണ തന്നെ EBE പാസ്സാവാനായിട്ട് ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഈ പരീക്ഷയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഈ പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇവിടെ ഈ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിൽ നിങ്ങൾ LLB പഠിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ക്ലിയർ LLB ഉണ്ടായിരുന്നതുപോലെ LLBക്ക് ശേഷവും ഉള്ള EBE പോലെയുള്ള പരീക്ഷകളുടെ സഹായത്തിനായിട്ടും ക്ലിയർ LLB അതിൻ്റെതായ ഒരു റോള് വഹിക്കുന്നുണ്ട്. ക്ലിയർ LLB എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം ലീഗൽ നോളജും അതേപോലെ പ്രൊഫഷണൽ എത്തിക്സും ഈ ഒരു കരിയറിലേക്ക് ശ്രമിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകാനായിട്ട്
നമ്മൾ പലതരത്തിലുള്ള കോഴ്സുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എയ്ബ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയും അങ്ങനെയുള്ള ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് ഡ്യൂറേഷൻ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും അതിലുണ്ടാവുക. അതേപോലെ പരീക്ഷകളും ഉണ്ടാവും, മോഡൽ പരീക്ഷകൾ, ഓൺലൈനായിട്ട് തന്നെ എടുക്കാവുന്ന മോഡൽ പരീക്ഷകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കോഴ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് താല്പര്യമുള്ളവർക്ക് ഈ എയ്ബ് പരീക്ഷയ്ക്ക് വേണ്ടി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ അതിലെ നമ്മുടെ ഒരു അപ്രോച്ച് എന്താണ്? ക്ലിയർ LLBക്ക് ഈ എയ്ബ് പരീക്ഷയ്ക്ക് വിജയ ശതമാനം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ കുട്ടികളെ വിജയത്തിലേക്ക് എത്തിക്കാനും കൂടുതൽ LLB ഗ്രാജുവേറ്റ്സിന് അവരുടെ കഴിവുകൾ പോളിഷ് ചെയ്തെടുക്കാനും കൂടുതൽ അറിവുകൾ നേടാനും എങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിച്ചാൽ, അവർക്ക് കൺസെപ്റ്റിനുള്ള ക്ലാരിറ്റി ഇല്ലാതെയുള്ള ആളുകൾക്ക് കൺസെപ്റ്റ് ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ ഉള്ള രീതിയിലുള്ള ക്ലാസ്സുകൾ, അതുപോലെ ബെയർ ആക്ടുകളെ പരിചയപ്പെടുത്തുക, MCQ രീതിയിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് അവരെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. കാര്യം യൂണിവേഴ്സിറ്റി നടത്തുന്ന പരീക്ഷകൾ MCQ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നില്ല, അതൊരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു. അപ്പോൾ ആ സബ്ജക്റ്റീവായിട്ടുള്ള പരീക്ഷയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചാലും നമുക്ക് കുറച്ച് മാർക്കെങ്കിലും കിട്ടും. ആ കുറച്ച് മാർക്കുകൾ എല്ലാം കൂടി പല ചോദ്യത്തിന്റെ മാർക്കൂടെയൊക്കെ ചേർന്ന് വരുമ്പോൾ പലരും പാസ്സായി മാറാറുണ്ട്. പക്ഷെ ഇതൊരു MCQ, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ രൂപത്തിലുള്ള ഒരു പരീക്ഷയാണല്ലോ ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ചോദ്യങ്ങൾ പരിശീലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു അപ്രോച്ചാണ് ക്ലിയർ LLBക്ക് എയ്ബ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ളത്. എയ്ബ് പരീക്ഷ എന്ന് പറയുന്നത് തന്നെ ശരിയല്ല, ഓൾ ഇന്ത്യ ബാർ എക്സാമിനേഷൻ ആണ്. അപ്പോൾ എക്സാമിനേഷൻ എന്നുള്ള വേർഡ് അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ എയ്ബിന് അങ്ങനെ ഒരു അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ലൈവ് ക്ലാസ്സുകളെക്കാളും കൂടുതലായിട്ട് റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകളിൽ കൂടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉണ്ട്. നമ്മുടെ ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഇമെയിൽ അയക്കാം. പക്ഷേ ലൈവ് ക്ലാസ്സുകൾ എല്ലാവർക്കും സമയം കൊണ്ട് പറ്റാത്തത് കൊണ്ട് റെക്കോർഡഡ് ക്ലാസ്സുകളിൽ ഊന്നിയുള്ള ഒരു പരിശീലനമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, IPC, CRPC, എവിഡൻസ് ആക്ട്, CPC അങ്ങനെയുള്ള പ്രധാനപ്പെട്ട എല്ലാ ആക്ടുകളും നമ്മൾ ഇതിൽ കവർ ചെയ്യും. അതുപോലെ പുതിയ ആക്ടുകളും BSA, BNSS, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും നമ്മൾ ഇവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, മോഡൽ എക്സാംസ് അഥവാ മോക്ക് എക്സാംസ്, അതിൻ്റെ ഒരു അനലിറ്റിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൺലൈനിലായി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഒരു ലാപ്ടോപ്പിൽ കൂടെയോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ആപ്പിൽ കൂടെയോ നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാവും. അതായത് ഒരു പേജിൽ തന്നെ ഒരു ആക്ടിൻ്റെ സമ്മറി ഉള്ള തരത്തിലുള്ള ഷോർട്ട് നോട്ടുകൾ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു കോഴ്സിൻ്റെ പ്രധാന പ്രത്യേകത. ഇനി പരീക്ഷയിലേക്ക് വരാം. എയ്ബ് 20 അതാണ് 2025 എയ്ബ്. 2025 എയ്ബ് എന്ന് പറഞ്ഞാൽ 20ാമത്തെ പ്രാവശ്യമാണ് എയ്ബ് നടക്കുക. അതുകൊണ്ടാണ് എയ്ബ് 20 എന്ന് പറയുന്നത്. 2025 എയ്ബിൻ്റെ പ്രധാന ഡേറ്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ രജിസ്ട്രേഷൻ വിൻഡോ സെപ്റ്റംബർ 29 തുറന്നു കഴിഞ്ഞു. ഒക്ടോബർ 28 വരെ അപേക്ഷിക്കാം. ഇതിൻ്റെ ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 29 നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഓൺലൈൻ ഫോമിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഒക്ടോബർ 21 വരെ കറക്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുന്ന ഡേറ്റ് ആയിട്ട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നവംബർ 15 പരീക്ഷ നടക്കുന്ന തീയതി, അതാണല്ലോ ഏറ്റവും പ്രധാനം. പരീക്ഷ നടക്കുന്ന തീയതി നവംബർ 30 ഉച്ച കഴിഞ്ഞ് 1 മണി തൊട്ട് 4 മണി വരെയാണ് പരീക്ഷാ സമയം. നവംബർ 30 1 മണി മുതൽ 4 മണി വരെ. അപ്പോൾ ഇതിൻ്റെ വിജയ ശതമാനം എന്ന് പറഞ്ഞാൽ വിജയ ശതമാനമല്ല, ഇതിൻ്റെ വിജയിക്കാൻ വേണ്ട ശതമാനം 45%. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ജനറൽ കാറ്റഗറിക്ക് 45%, OBC കാറ്റഗറിക്ക് 45% തന്നെയാണ്. SC ST കാൻഡിഡേറ്റുകൾക്കും അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി അങ്ങനെ ഉള്ള ഫിസിക്കൽ ചലഞ്ചസ് ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് 40% തന്നെയാണ്. അപ്പം നമ്മൾ എയ്ബിൻ്റെ പ്രധാന കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി എയ്ബിൻ്റെ എലിജിബിലിറ്റി, ആർക്കൊക്കെ എയ്ബ് പരീക്ഷ എഴുതാം എന്നുള്ളതാണ്. പൊതുവേ ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്
LLB ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം എൻറോൾമെൻറ്റും കഴിഞ്ഞതിന് ശേഷം, അതായത് പ്രൊവിഷണൽ എൻറോൾമെൻറ്റും കഴിഞ്ഞതിന് ശേഷം കാൻഡിഡേറ്റ്സിന് ഈബ് പരീക്ഷ എഴുതാമെന്നുള്ളത് അത് ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാതെയും LLBയുടെ ഫൈനൽ സെമസ്റ്ററിലുള്ള ആളുകൾക്ക് ഈബ് പരീക്ഷ എഴുതാം. അവരൊരു അണ്ടർടേക്കിംഗ് കൊടുത്താൽ മതി. LLBയുടെ ഫൈനൽ സെമസ്റ്ററിലാണെന്നും ഈബ് പരീക്ഷ എഴുതിയതിന് ശേഷം 6 മാസത്തിനുള്ളിൽ എൻറോൾ ചെയ്തോളാം എന്നുള്ളൊരു ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തിട്ട് അവർക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെയാണ് LLB പാസ്സായതിനു ശേഷം എൻറോൾമെൻറ്റിന് പോയിട്ടില്ല, അങ്ങനെയുള്ളവർക്കും ഈബ് എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഈബ് പരീക്ഷ എഴുതാം. പക്ഷേ ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ ഈബ് പരീക്ഷ പാസ്സായതിനു ശേഷം 6 മാസത്തിനുള്ളിൽ എൻറോൾ ചെയ്തോളാം എന്നുള്ള ഒരു അണ്ടർടേക്കിംഗ് കൊടുത്തിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ കോളേജിൻ്റെ ഫൈനൽ സെമസ്റ്ററിൽ എഴുതുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുവരെയും ഒരു സെമസ്റ്ററിലും ഒരു ബാക്ക്ലോഗ്സ് ഉണ്ടാവാൻ പാടില്ല. അതായത് സപ്ലി എക്സാംസ് ഇല്ലാത്ത ആളുകൾ വേണം ഈ രീതിയിൽ ഈബ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി പരീക്ഷയുടെ മറ്റ് രീതികളെ പറ്റി നമുക്കൊന്ന് നോക്കാം. പരീക്ഷയുടെ പാറ്റേണും സിലബസും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ പരീക്ഷ ഓഫ്ലൈൻ മോഡിലാണ് നടക്കുക. പല സെൻറ്റർ ഉണ്ട്. കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരവും എറണാകുളവും ഒക്കെ സെൻറ്റേഴ്സാണ്. അവിടെ ഓഫ്ലൈനായിട്ടാണ് പരീക്ഷയ്ക്ക് പോകേണ്ടത്. 100 ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത്. പരീക്ഷാ സമയം 1 മണി തൊട്ട് 4 മണി വരെയാണ്. പക്ഷേ 11:30 ആവുമ്പോൾ തന്നെ എക്സാം സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. 3 മണിക്കൂറാണ് പരീക്ഷയുടെ ഡ്യൂറേഷൻ. ഒരു ചോദ്യത്തിന് 1 മാർക്കാണ്. ശരി ഉത്തരത്തിന് 1 മാർക്കും തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പോൾ ഓരോ ശരി ഉത്തരത്തിനും 1 മാർക്ക് വീതം ലഭിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഇപ്പോഴത്തെ രീതിയിൽ. അപ്പം ഇംഗ്ലീഷിലോ മറ്റ് പല ലാംഗ്വേജുകളിലും ചോദ്യങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾക്ക് ചൂസ് ചെയ്യാം ഏത് മീഡിയത്തിലാണ് പരീക്ഷയുടെ ചോദ്യങ്ങൾ ഉണ്ടാവേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പരീക്ഷയ്ക്ക് നമുക്ക് കുറച്ച് പുസ്തകങ്ങൾ കയ്യിൽ കരുതാം. അതായത് പുസ്തകങ്ങളെന്ന് ഉദ്ദേശിക്കുമ്പോൾ നിയമപുസ്തകങ്ങളാണ്, ബെയർ ആക്റ്റുകളാണ്. ബെയർ ആക്റ്റുകൾ നമുക്ക് കൊണ്ടുപോകാം. ഈ പരീക്ഷയുടെ സിലബസിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള ബെയർ ആക്റ്റുകൾ പരീക്ഷയ്ക്ക് കൊണ്ടുപോകാനായിട്ട് അനുവദിച്ചിട്ടുണ്ട്. അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും. നോട്ടിഫിക്കേഷനിൽ അത് കൃത്യമായി പറഞ്ഞിട്ടില്ല, പക്ഷേ ഇതിന് മുമ്പ് നടത്തിയിട്ടുള്ള ഈബുകളിലൊക്കെ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ബെയർ ആക്റ്റുകൾ കയ്യിൽ കരുതാം. പക്ഷേ ബെയർ ആക്റ്റുകളിൽ കമൻട്രി ഉള്ള ബെയർ ആക്റ്റുകൾ പറ്റില്ല. ഒരു കമൻട്രിയും ഇല്ലാതെ നിയമങ്ങൾ മാത്രം പറയുന്ന പുസ്തകങ്ങൾ, ഏകദേശം ഒരു 20-25 പുസ്തകങ്ങൾ നമുക്ക് കയ്യിൽ കരുതാം. അതിൻ്റെ ബണ്ടിലുകൾ അവൈലബിൾ ആണ്, മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈബ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ബെയർ ആക്റ്റുകളുടെ കമ്പൈലേഷൻസ്. അപ്പം അങ്ങനെ 20-25 ഒരു ബുക്കുകളുടെ ഒരു ബണ്ടിലായിട്ട് പല പബ്ലിഷേഴ്സും ഇറക്കുന്നുണ്ട്. അത് വാങ്ങിയിട്ട് അതുമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോവാം. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാവും. ഇനി നമുക്ക് ഈ പരീക്ഷയുടെ സിലബസിലേക്ക് ഒന്ന് നോക്കാം. പരീക്ഷയിൽ ഏതൊക്കെ ആക്റ്റുകളിൽ നിന്നാണ് ചോദിക്കുക. ഇപ്പോൾ LLB യൂണിവേഴ്സിറ്റി ഡിഗ്രിയുടെ ഭാഗമായി ഒരുപാട് നിയമങ്ങൾ പലരും പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിയിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, എന്നാലും പല നിയമങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിലെല്ലാ നിയമങ്ങളും ഈബ് പരീക്ഷയ്ക്ക് ആവശ്യമില്ല. ചില നിയമങ്ങളാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. അതിൻ്റെ വെയിറ്റേജും ആ രീതിയിൽ വ്യത്യാസമുണ്ട്. ചില കാര്യങ്ങൾക്ക് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്, ചില കാര്യങ്ങൾക്ക് കൂടുതൽ അത്ര പ്രധാനമില്ല. അപ്പോൾ അതിൽ ഓരോ ഏരിയയിൽ നിന്നും എത്ര ചോദ്യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള കാര്യം വരെ ബാർ കൗൺസിൽ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്ന ഏരിയയിൽ നിന്ന് ഇത്ര ചോദ്യങ്ങളായിരിക്കും ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളുടെ ആ ഒരു ഓർഡറിലാണ് ഞാൻ ഈ ഒരു ടേബിൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ, അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നാണ് 10 ചോദ്യം ഉണ്ടാവുക. അത് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ CRPCയും CRPCയുടെ പുതിയ വേർഷനായിട്ടുള്ള BNSSഉം ഇതിൽ നിന്ന് 10 ചോദ്യം, CPCയിൽ നിന്ന് 10 ചോദ്യം. അപ്പോൾ തന്നെ 30 മാർക്കായി. 30 ചോദ്യം 30 മാർക്കായി. പിന്നെ IPC അല്ലെങ്കിൽ BNS അതിൽ നിന്ന് 8, എവിഡൻസ് ആക്ട് അല്ലെങ്കിൽ BSIയിൽ നിന്ന് 8, ഫാമിലി ലോയിൽ നിന്ന് 8, കോൺട്രാക്ട്, സ്പെസിഫിക് റിലീഫ്, പ്രോപ്പർട്ടി ആക്ട്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് ഇതിൽ നിന്ന് 8, പിന്നെ ടോർട്ട്, അതേപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതേപോലെ കൺസ്യൂമർ ലോ, ഇത്രയും കാര്യങ്ങളിൽ നിന്ന് 5. അപ്പം ഈ ടേബിളിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ഏകദേശം 65 മാർക്കോളം ഇവിടുന്ന് തന്നെ ലഭിക്കും. 65 മുകളിൽ ഒരു 60 മുകളിലുള്ള മാർക്ക് കിട്ടാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ തന്നെ
പരീക്ഷ പാസ്സാവാം. ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും ശരിയാക്കിയാൽ തീർച്ചയായിട്ടും പരീക്ഷ പാസ്സാവും. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യ മേഖലകൾ പരീക്ഷയെ സംബന്ധിച്ച്. ഇത് കൂടാതെ മറ്റ് ബാക്കി ഒരു 30-35 മാർക്ക് കിട്ടാനുള്ള മറ്റ് കാര്യങ്ങൾ ഏതാണെന്നും കൂടെ നമുക്ക് നോക്കാം. മറ്റ് നിയമങ്ങൾ ഏതൊക്കെയാണ് ബാക്കി? ലേബർ ഇൻഡസ്ട്രിയൽ നിയമങ്ങൾ, ലേബർ ലോ, ഇൻഡസ്ട്രിയൽ ലോ 4 ചോദ്യങ്ങളാണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ADR നിന്ന് 4 ചോദ്യം, ടാക്സേഷനിൽ നിന്ന് 4 ചോദ്യം, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അഥവാ PI നിന്ന് 4 ചോദ്യം, പ്രൊഫഷണൽ എത്തിക്സും അതുപോലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മിസ്കണ്ടക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ നിന്ന് 4 ചോദ്യം, അഡ്മിനിസ്ട്രേറ്റീവ് ലോയിൽ നിന്ന് 3 ചോദ്യം, കമ്പനി ലോയിൽ നിന്ന് 2 ചോദ്യം, എൻവയോൺമെന്റൽ ലോയിൽ നിന്ന് 2 ചോദ്യം, സൈബർ ലോയിൽ നിന്ന് 2 ചോദ്യം, ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിൽ നിന്ന് 2 ചോദ്യവും, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട 2 ചോദ്യവും. ഇതാണ് EBE പരീക്ഷയുടെ സിലബസ്, ഇതാണ് EBE പരീക്ഷയുടെ വെയിറ്റേജ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ഏരിയയാണ് കൂടുതൽ പ്രധാനപ്പെട്ടതെന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിക്കാണും. നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ, CRPC, CPC, IPC, എവിഡൻസ് ആക്ട്, ഫാമിലി ലോ, കോൺട്രാക്ട്, ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ കൂടുതൽ സമയവും ഈ ഏരിയകളിലായിരിക്കണം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്. ഇപ്പം ഈ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു നിയമമുണ്ട്, പാരേറ്റീവ്സ് ലോ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 80-20 പ്രിൻസിപ്പിൾ എന്ന് പറയും. അതായത് നമ്മുടെ ഒരു 20% എഫേർട്ട് കൊണ്ട് തന്നെ 80% റിസൾട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഇടുന്ന എഫേർട്ട് ഈ അത്ര റിസൾട്ട് കിട്ടാത്ത ഏരിയയിലാണെങ്കിൽ അവിടെ ഒരു 80% എഫേർട്ട് ഇട്ടാലും ഒരു 20% റിസൾട്ടേ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ ലക്ഷ്യം കുറഞ്ഞ എഫേർട്ടിൽ കൂടുതൽ റിസൾട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏരിയകൾ കോൺസ്റ്റിറ്റ്യൂഷൻ, CRPC, CPC, IPC, എവിഡൻസ് ആക്ട്, ഫാമിലി ലോ, കോൺട്രാക്ട് തുടങ്ങിയ ഏരിയകളാണ്. ഇത് തീർച്ചയായിട്ടും നല്ല ഡെപ്ത് വേണം. അതാണ് ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ഭാവിയിലും കൂടുതൽ ഉപയോഗമുള്ള ഏരിയകളാണ് ഇതെല്ലാം. അതുകൊണ്ട് ആ ഏരിയകൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. ഇനിയും നമുക്കിതിനെ എങ്ങനെ തയ്യാറെടുക്കാം? ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്രാഷ് കോഴ്സ് റെക്കോർഡർ രീതിയിൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് അടച്ച് ആ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആ കോഴ്സിനോടൊപ്പം നമുക്ക് എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ EBE വേണ്ടി എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു 1.5 മാസത്തെ ഒരു പ്ലാനാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 3 ആഴ്ച നമുക്ക് ഇതിൻ്റെ കോർ ഏരിയകൾ ബിൽഡ് ചെയ്യുക. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, CRPC, അങ്ങനെയുള്ള CPC, എവിഡൻസ്, IPC പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ 3 ആഴ്ച ബിൽഡ് ചെയ്യേണ്ടത്. അവസാനത്തെ 3 ആഴ്ച മറ്റ് ഏരിയകൾ നമുക്ക് നോക്കാം. അതായത് കോൺട്രാക്ട് പോലെയുള്ളതും അഡ്മിനിസ്ട്രേറ്റീവ് ലോയും കമ്പനി ലോയും ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, സൈബർ ലോ, എൻവയോൺമെന്റൽ ലോ പോലെയുള്ള കാര്യങ്ങൾ അങ്ങനെ. പക്ഷേ നമ്മൾ ഇതിനോടൊപ്പം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു പ്രാക്ടീസും അതേപോലെ അതല്ലാതെയുള്ള മോഡൽ എക്സാമിൻ്റെ പ്രാക്ടീസുകളും നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം. അത് ഓഫ്ലൈനായിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തിരുവനന്തപുരത്ത് നമ്മുടെ സെൻറ്ററിൽ ഓഫ്ലൈനായിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഞങ്ങൾ ഒരുക്കാനായിട്ട് ആലോചിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് എന്തായാലും അതിനുള്ള സംവിധാനം നമ്മുടെ ആപ്പിലുണ്ടാവും. അപ്പോൾ അത് ചെയ്ത് പരിശീലിക്കുക. കൂടുതലും ചെയ്ത് പരിശീലിക്കുന്നതോടുകൂടി നമുക്ക് ആ പരീക്ഷയെ പറ്റിയിട്ടുള്ള ഒരു ആകുലതകൾ മാറുകയും നമ്മൾ കുറേ കൂടെ എക്സാം റെഡിയായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും അവസാനത്തെ ആഴ്ച പൂർണ്ണമായും പരീക്ഷയ്ക്ക് റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. ഒരു മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും ഒരു മുഴുവൻ ക്വസ്റ്റ്യൻ ഉള്ള മോഡൽ എക്സാം എടുത്തിട്ട് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാനായിട്ട്. കാര്യം ഈ പരീക്ഷ സീരിയസ് ആയിട്ട് എടുക്കുന്നവർ അങ്ങനെ എടുത്തിട്ട് പോയാൽ നമ്മൾ വിജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയമൊന്നും മാറ്റി വെക്കണമെന്നില്ല. ഇപ്പോഴുള്ള സമയത്ത് പലരും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് സമയം ഉണ്ടാവില്ല. പക്ഷെ ഒരു ദിവസം ഒരു 2 മണിക്കൂർ മാറ്റി വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ ഈ EBE പ്രിപ്പറേഷൻ നിങ്ങളുടെ ജോലിയോടൊപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് പറ്റും. ആ ഒരു 2 മണിക്കൂർ എല്ലാ ദിവസവും EBE വേണ്ടി ഒന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഒരു വീഡിയോ എങ്കിലും എല്ലാ ദിവസവും കണ്ടുപോവുക. അപ്പോൾ അതിൽ തന്നെ 2 മണിക്കൂർ ഉണ്ടെങ്കിൽ തന്നെ അതിൽ 1 മണിക്കൂർ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് ഒരു 30 മിനിറ്റ് നിങ്ങൾ ഈ ബെയർ ആക്ട് വായിക്കാനായിട്ട് ഒന്ന് പരിശീലിക്കുക എന്നുള്ളതാണ്. കാര്യം
നമുക്ക് ഈ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് പോകാം. ഏകദേശം 25 പുസ്തകങ്ങളോളം നമുക്ക് എടുത്തുകൊണ്ട് പോകാം. അപ്പോൾ ആദ്യമായിട്ട് അവിടെ ചെന്ന് എക്സാം ഹോളിലാണ് ഈ പുസ്തകങ്ങൾ തുറക്കുന്നതെങ്കിൽ നമുക്കൊരു പരിചയക്കുറവുണ്ടാവും. ഈ പുസ്തകത്തിൽ എവിടെയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കിടക്കുന്നത്, അറ്റ്ലീസ്റ്റ് നമുക്ക് ആ ഇൻഡെക്സെങ്കിലും ഒരു പരിചയം ഉണ്ടാവണം. അപ്പോൾ ആ ഒരു പരിചയപ്പെടൽ നമുക്ക് ഈ പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ തുടങ്ങാം. ഈ ഒരു 1.5 മാസത്തിൽ നമുക്ക് എല്ലാ ദിവസവും ഏത് വിഷയമാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ബെയർ ആക്റ്റുകളിൽ കൂടെ ഒന്ന് ഓടിച്ചു പോകുന്നത് നമുക്ക് വളരെ പരിചയം വരുത്തും. അത് പരീക്ഷയ്ക്ക് നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാനായിട്ട് ഇടയാക്കും. അപ്പോൾ അത് ചെയ്യുക. പറ്റിയാൽ എല്ലാ ദിവസവും ഒരു 20 ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ MCQ രൂപത്തിൽ പരിശീലിക്കുകയും വേണം. അതും നമ്മുടെ ഒരു ഡെയിലി ടാസ്ക് ആയിട്ട് എടുക്കുക. കൂട്ടത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ വീക്കെൻഡ് ആവുമ്പോൾ നമ്മൾ 1-2 മോഡൽ എക്സാംസ് എടുക്കുക. അതുപോലെ തെറ്റിപ്പോയ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് തെറ്റിപ്പോയത് എന്നുള്ള അർത്ഥത്തിൽ ഒരു എറർ ലോഗ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നന്നായിരിക്കും. നമുക്ക് തെറ്റുകളിൽ കൂടെ പഠിക്കാം. നമുക്ക് ഈ ഒരു സമയത്ത് തെറ്റുകൾ വരുത്തുന്നത് വളരെ നല്ല കാര്യമാണെന്നാണ് ഞാൻ പറയുക. തെറ്റ് വരുത്തണം, തെറ്റ് മോഡൽ എക്സാംസിന്റെ സമയത്ത് വരുത്തണം. പക്ഷെ എന്തുകൊണ്ടാണ് തെറ്റ് വരുത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ തെറ്റ് തിരുത്തണം. അത് നമുക്ക് ആ ചോദ്യം അറിയാത്തത് കൊണ്ടാണോ, ആ വിഷയം ആ ടോപ്പിക് അറിയാത്തത് കൊണ്ടാണോ, അതോ അശ്രദ്ധ കൊണ്ട് തെറ്റിപ്പോയതാണോ, അതോ ചോദ്യം പൂർണ്ണമായും മനസ്സിലാവാത്തത് കൊണ്ടാണോ, എന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമ്മൾ രേഖപ്പെടുത്തി പോകണം. അങ്ങനെ ഒരു എറർ ലോഗ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ പഠിച്ച് തന്നെ റിവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി ഓരോ വിഷയത്തിനും നമ്മൾ ഒരു പേജിലുള്ള ഒരു നോട്ട് തയ്യാറാക്കി വെക്കുന്നത് പരീക്ഷയ്ക്ക് മുമ്പ് വളരെ നമ്മുടെ ജോലി വളരെ എളുപ്പമാക്കും. അപ്പം അങ്ങനെ 25 വിഷയം നമ്മൾ പഠിക്കുന്നുണ്ടെങ്കിൽ 25 നോട്ടുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി ഒരു നോട്ട്, CRPCക്ക് വേണ്ടി ഒരു നോട്ട്, CPCക്ക് വേണ്ടി ഒരു നോട്ട്. വെച്ചാൽ ഒരുപാട് പേജൊന്നും വേണ്ട, 1-2 പേജിലുള്ള ചെറിയ നോട്ട്. അതിൻ്റെ അകത്ത് ആ ആക്ടിന്റെ ഒരു എസൻസ് അല്ലെങ്കിൽ ഒരു സമ്മറി അവിടെ ഉണ്ടാവണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി പരീക്ഷയുടെ അന്ന് എന്താണ് ചെയ്യേണ്ടത്? പരീക്ഷയുടെ അന്നത്തെ ഒരു ചെക്ക് ലിസ്റ്റ് ആണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. പരീക്ഷയ്ക്ക് നമുക്ക് അഡ്മിറ്റ് കാർഡ് ഓൺലൈനായിട്ടായിരിക്കും കിട്ടുക. അതിന്റെ പ്രിന്റ് എടുത്തുകൊണ്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു 2 പ്രിന്റെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ നോക്കുക. കൂട്ടത്തിൽ ഒരു ഗവൺമെന്റ് ID കാർഡൂടെ കൈ കരുതുക. ബ്ലാക്കോ ബ്ലൂ പെന്ന് എന്താണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൽ വരുന്നത് അത് കൈ കരുതുക. വാച്ച്, ഒരു അനലോഗ് വാച്ച് അലൗഡ് ആണെങ്കിൽ നിങ്ങൾ എടുക്കുക. ബെയർ ആക്റ്റുകൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബെയർ ആക്റ്റുകൾ എടുക്കുക. അത് സബ്ജക്ട് തിരിച്ച് അറേഞ്ച് ചെയ്ത് എടുത്തിട്ട് പോവുക. പിന്നെ പറഞ്ഞ സമയത്ത് തന്നെ എത്തുക. 11:30 ആയിരിക്കും മിക്കവാറും റിപ്പോർട്ടിംഗ് ടൈം വരും. ആ സമയത്ത് എത്തുക. OMR കൃത്യമായി ഫില്ല് ചെയ്യുക. നമുക്ക് റോൾ നമ്പറോ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ഒരു വേർഷൻ കോഡോ വല്ലതും ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇടുക. സൈൻ ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായി സൈൻ ഇട്ടിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഈ പരീക്ഷയ്ക്ക് ഏതെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ്? MCQ രൂപത്തിലുള്ളതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക? അപ്പൊ നമ്മൾ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരീക്ഷയാണ് ചോദിക്കാൻ പോകുന്നത്, അല്ലെ? അപ്പൊ സെക്ഷൻസ് എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമോ, അതോ കേസ് ലോസ് എടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുമോ, അതോ കൺസെപ്റ്റൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കുമോ, അതോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളായിരിക്കുമോ, എന്ത് തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക എന്നുള്ളത് നോക്കിയാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നത് ഈ ബെയർ ആക്ട് ഉണ്ടല്ലോ, ബെയർ ആക്ട്, ആ നിയമം, അതായത് കമന്ററി ഒന്നും ഇല്ലാതെ നിൽക്കുന്ന ആ നിയമത്തിന്റെ പലപ്പോഴും ഡെഫിനിഷനുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യം ഉണ്ടാവുക. ഏകദേശം ഒരു 35 മുതൽ 45% വരെയും ചോദിക്കുന്നത് ആ ബെയർ ആക്ടുകളിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡോക്യുമെന്റ് അണ്ടർ ദി എവിഡൻസ് ആക്ട് എന്ന് ചോദിക്കും. അപ്പൊ അതായത് ആ സ്റ്റാറ്റ്യൂട്ടിൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ് എന്നതിനെ അടിസ്ഥാനപ്പെട്ട ഒരു ചോദ്യമാണത്. അപ്പം ബെയർ ആക്ടുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ പരീക്ഷയിൽ കൂടുതൽ. അത് നമ്മൾ ഒരു കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി പോയിട്ടുള്ള കുട്ടികൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. കാര്യം നമുക്ക് ആ ബെയർ ആക്ടിന്റെ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവാറുണ്ട്. അതേപോലെ ഡയറക്റ്റ് ആയിട്ട് സെക്ഷൻസ് ചോദിക്കുന്ന ചോദ്യങ്ങളും ഉണ്ട്. സെക്ഷൻസ് ആവാം, പ്രൊവിഷൻസ് ആവാം. അത് ഓർമ്മയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം പലപ്പോഴും സെക്ഷൻസ് ഓർമ്മയില്ലാത്തവർക്കും ഈ പരീക്ഷയിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ സെക്ഷൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരു 15 മുതൽ 20% വരെ ചോദ്യങ്ങൾ അങ്ങനെ ഉണ്ടാവാറുണ്ട്. കൺസെപ്റ്റൽ ക്ലാരിറ്റി അല്ലെങ്കിൽ കൺസെപ്റ്റൽ അണ്ടർസ്റ്റാൻഡിങ് ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന്റെ ഒരു വെയിറ്റേജ് ഒരു ഏകദേശം ഒരു 10 മുതൽ 15% വരെ ആയിരിക്കും. അവിടെ റെസ്റ്റ് ജുഡിക്കേറ്റ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ തെഫ്റ്റ് എന്നുള്ള ഒരു കാര്യത്തിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ഒരു കൺസെപ്റ്റൽ ടൈപ്പ് ക്വസ്റ്റൻ ആയിട്ട് കണക്കാക്കാം. പിന്നെ പ്രൊസീജിയർ, കോടതിയുടെ പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കോടതിയിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ള ചോദിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട്.
പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ് തന്നിട്ട് അവിടെ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു വെയിറ്റേജ് ഏകദേശം ഒരു 10% ഉണ്ടാവാറുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ എന്താണ്, 100 ചോദ്യത്തിൽ 10 ചോദ്യം ആ രീതിയിൽ ഉണ്ടാവാം എന്നുള്ളതാണ് അതിനർത്ഥം. പിന്നെ കേസ് ലോസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ, സുപ്രീം കോർട്ടിന്റെ പ്രധാനപ്പെട്ട ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ്സ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതും ഒരു 6 മുതൽ 10% വരെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, പിന്നെ ചിലപ്പോഴൊക്കെ മാച്ച് ദി ഫോളോയിങ്ങോ അല്ലെങ്കിൽ അസേർഷൻ റീസണിങ് പോലെയുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതില് നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ട ഒരു ടിപ്പുകളെ പറ്റി നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ ഒരു കാര്യം എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പരീക്ഷയിൽ 100 ചോദ്യങ്ങളാണല്ലോ ഉള്ളത്. നമുക്ക് ഏകദേശം 25 നിയമങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, CPC, CRPC, IPC അങ്ങനെയുള്ള 25 നിയമങ്ങൾ. അപ്പൊ ആ 25 നിയമങ്ങളിലും ചോദ്യങ്ങൾ ഒരു ഓർഡറിലൊന്നും ആയിരിക്കില്ല. അപ്പൊ ആദ്യത്തെ ചോദ്യം ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും, ചിലപ്പോൾ അടുത്ത ചോദ്യം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്നായിരിക്കും, പിന്നീടുള്ള ചോദ്യം ഫാമിലി ലോ എന്നായിരിക്കും, പിന്നെ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ വരും. അപ്പൊ അങ്ങനെ ആയിരിക്കും പോവുക. അപ്പൊ നമുക്കിപ്പോ ഓരോരോ വിഷയത്തിനും ഓരോരോ ബുക്കല്ലേ ഇരിക്കുന്ന കയ്യില്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യമേ മാർക്ക് ചെയ്യുക. കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതൊക്കെയാണ് അത് ആദ്യം തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബെയർ ആക്ട് നോക്കിയിട്ട് അത് ആദ്യം തന്നെ ചെയ്യുക. അത് കഴിഞ്ഞ് CPC എടുക്കുക. CPCയുടെ ചോദ്യങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യുക. CPCയുടെ പരിപാടി അങ്ങ് തീർക്കുക. പിന്നെ IPC എടുക്കുക, IPCയുടെ അത് തീർക്കുക. അതിനുശേഷം CRPC എടുക്കുക, CRPCയുടെ ബെയർ ആക്ട് എടുക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ടത് തീർക്കുക. അങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഒന്നാമത്തെ തൊട്ട് 100 വരെ നമ്മൾ ചെയ്യാൻ പോയാൽ അതൊരു ഓർഡറിലായിരിക്കില്ല കിടക്കുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് ഉള്ളത് കൊണ്ട് ആ ബുക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ ഓർഡറിൽ പോകുന്നവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ക്ലബ് ചെയ്ത് ചെയ്യുന്നത് നിങ്ങളുടെ ജോലി പലപ്പോഴും എളുപ്പമാക്കാൻ ഉള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഒരു MCQ സോൾവ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്താലേ ഈ തരത്തിലുള്ള പരീക്ഷ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. 3 മണിക്കൂറുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ടെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ ആലോചിച്ച് നോക്കിയാൽ ഒരു ക്വസ്റ്റിന് ഏകദേശം ഒരു 1.5 മിനിറ്റേ കിട്ടുള്ളൂ. അപ്പൊ ഈ ബെയർ ആക്ട് ഒക്കെ മറിച്ച് നോക്കി എടുക്കാനൊക്കെ നമുക്ക് 1.5 മിനിറ്റ് കൂടുതൽ എടുത്താൽ ആ ചോദ്യം വിട്ടിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതായിരിക്കും ബുദ്ധിപൂർവമായ കാര്യം. ഇനിയും ഇതിനകത്ത് ഈ പറഞ്ഞ സ്ട്രാറ്റജി നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അഡോപ്റ്റ് ചെയ്യാം. അതിനോടൊപ്പം തന്നെ നമുക്ക് ക്ലബ് ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്, നമുക്ക് ആദ്യത്തെ റൗണ്ടിൽ ഒരു 4 റൗണ്ടായിട്ട് ഈ പരീക്ഷയെ സമീപിക്കുക. ആദ്യത്തെ റൗണ്ടില് ഏറ്റവും എളുപ്പത്തിൽ അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യം തീർക്കുക. ഒറ്റയടിക്ക് ബുക്ക് പോലും തുറന്നു നോക്കാതെ തന്നെ അറിയാവുന്ന ചോദ്യങ്ങൾ ആദ്യത്തെ റൗണ്ടിൽ തീർക്കുക. രണ്ടാമത്തെ റൗണ്ടിൽ ബുക്ക് തുറന്നാൽ മാത്രം കിട്ടുന്ന ചോദ്യങ്ങൾ അടുത്ത റൗണ്ടിൽ ചെയ്യുക. മൂന്നാമത്തെ റൗണ്ടിൽ ഉത്തരങ്ങൾ വലിയ വ്യക്തതയൊന്നുമില്ല, ബുക്ക് നോക്കിയിട്ടും കിട്ടിയില്ല, പക്ഷെ ഒരു ഓപ്ഷൻ അതിന്റെ ഉത്തരമായിട്ട് വരില്ല, ബാക്കി 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്ന ലെവലിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ നമുക്ക് മൂന്നാമത്തെ റൗണ്ടിൽ ചെയ്യാം. അവസാനത്തെ റൗണ്ടിൽ നമുക്ക് ഒന്നും അറിയാത്ത ചോദ്യങ്ങളും ചെയ്യാം. കാര്യം ഇത് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ. അപ്പം ചോദ്യങ്ങൾ വിട്ടിട്ട് വരുന്നതിൽ പ്രത്യേകിച്ച് ലോജിക് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അറിയാത്ത ചോദ്യത്തിൽ ഒരു റിസ്ക് എടുത്തങ്ങ് ചെയ്യുക. റിസ്ക് ഇല്ല അതിനകത്ത്, കാര്യം നിങ്ങൾക്ക് തെറ്റിയാലും ഒന്നും പോകാനില്ല, കിട്ടാനുള്ളതേ ഉള്ളൂ അല്ലെ. അപ്പം അവിടുന്നും ചിലപ്പോൾ നമ്മൾ റിസ്ക് അല്ല, നമ്മൾ ഈ കറക്കി കുത്തി എന്ന് പറയുന്ന നാടൻ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ചോദ്യങ്ങളിൽ നിന്ന് പോലും ചില ചോദ്യങ്ങൾ ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ചോദ്യവും വിട്ടിട്ട് വരുന്നതിൽ അർത്ഥമില്ല, എല്ലാ ചോദ്യങ്ങളും അറ്റംപ്റ്റ് ചെയ്യുക. അങ്ങനെ അവസാനത്തെ ഒരു 30 മിനിറ്റിൽ ചോദ്യങ്ങളൊന്നും വിട്ടുപോയിട്ടില്ലെന്ന് ഉറപ്പാക്കുക. OMR എല്ലാം പരിശോധിക്കുക, ബബിൾസ് എല്ലാം കറക്റ്റ് അല്ലേ എന്ന് നോക്കുക, ഈ വർഷം കോഡും റോൾ നമ്പറും സിഗ്നേച്ചറും എല്ലാം വന്നിട്ടുണ്ടെന്ന് നോക്കുക എന്നുള്ളതാണ് അവസാനത്തെ റൗണ്ടിൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം. ഇനി ഈ പരീക്ഷയെ സംബന്ധിച്ച് സാധാരണ LLB ഗ്രാജുവേറ്റ്സ് വരുത്തുന്ന എന്തൊക്കെയാണ് മിസ്റ്റേക്ക് എന്നും അതെങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതും നമുക്ക് നോക്കാം. അപ്പൊ അതിനകത്ത് സാധാരണഗതിയിൽ പലപ്പോഴും വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാൽ ഈ കമന്ററി പോലെയുള്ള കാര്യങ്ങൾ ഒരുപാട് വായിച്ചിട്ട് ഇതിനകത്ത് ആ ബെയർ ആക്ട് എന്ന് പറയുന്ന സാധനത്തിൽ അത്ര ശ്രദ്ധ മിക്കവരും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് ഈ പരീക്ഷയ്ക്ക് കമന്ററി ഉള്ള ബുക്ക് എടുക്കാൻ തന്നെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ബെയർ ആക്ടിന്റെ പ്രൊവിഷൻസിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ചും ഇൻഡെക്സിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. പിന്നെ ഇതിനകത്ത് CPC, CRPC പോലെയുള്ള സബ്ജക്റ്റിന്റെ വെയിറ്റേജ് പലരും മറന്നുപോകും. അത് പ്രധാനപ്പെട്ടതാണ്. അത് രണ്ടിനും നല്ല വെയിറ്റേജ് ഉണ്ട്. പിന്നെ OMR പ്രാക്ടീസ് ചെയ്യുന്ന പഠിക്കാതിരിക്കുക എന്നുള്ളത് പലരും ചെയ്യുന്ന ഒരു മണ്ടത്തരമാണ്. അങ്ങനെയുള്ളവർക്ക് പലർക്കും രണ്ടാമത് എഴുതേണ്ട ആവശ്യം വരും. നമ്മൾ EIB 19 ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞെട്ടിപ്പിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് അല്ലെ.
ഏകദേശം പകുതി ആൾക്കാർ മാത്രമാണ് വിജയിച്ചത്, പകുതി ആൾക്കാർ വിജയിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യപേപ്പറാണ് ഇനിയും EB 20 വരുന്നതെങ്കിൽ, നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെയും കൂടെയാണ് പോകുന്നതെങ്കിൽ സ്ഥിതി അത്ര എളുപ്പമായിരിക്കില്ല. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിനകത്ത് ഈ പ്രൊവിഷൻസ് പോലെ തന്നെ ഈ എത്തിക്സ്, ബാർ കൗൺസിൽ റൂൾസ് മുതലായ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ചിലപ്പോൾ 1 മാർക്കിനായിരിക്കും നമ്മൾ പരീക്ഷ പാസ്സാവാതെ ഇരിക്കുന്നത്. അപ്പോൾ ഓരോ മാർക്കും നിർണായകമാണ്. അപ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ടുള്ള കട്ട് ഓഫ് വരുന്ന സമയത്ത് നമുക്ക് ഈ ഓരോ മാർക്ക് നിർണായകമായതിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്നത് ബുദ്ധിയല്ല. അപ്പൊ അതുകൊണ്ട് പെയർ ആക്ടിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. എല്ലാ ആഴ്ചയും നമ്മൾ MCQസിന്റെ ഒരു ടെസ്റ്റ് എടുക്കുക. ദിവസവും പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ ഒരു 10 ചോദ്യമെങ്കിലും എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു 1 പേജ് ആക്ടുകളുടെ സമ്മറി ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ തന്നെ അങ്ങനത്തെ 1 പേജ് സമ്മറി PDF ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കോഴ്സിന്റെ ഉള്ളിൽ. പിന്നെ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. കാര്യം 4 ചോദ്യം ആ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ അപ്രോച്ച് ക്ലിയർ LLBക്ക് ഈ ഒരു കാര്യത്തിലുള്ള അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ഇന്ന് തന്നെ അത് ലോഞ്ച് ചെയ്യാണ്. അതിന്റെ ലിങ്ക് നമ്മുടെ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ ഉണ്ടാവും. ആ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡഡ് രൂപത്തിലെ ക്ലാസ്സുകളും ഓൺലൈൻ രൂപത്തിലുള്ള മോക്ക് എക്സാംസും ഒക്കെ കിട്ടും. അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് പോയിന്റ് മാത്രമേ ഉള്ളൂ അതിന്. അപ്പം അത് താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഹെൽപ്പ് ഡെസ്ക് നമ്പർ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 9605741000. ഇതാണ് നമ്മുടെ നമ്പർ. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ നിന്നുള്ള ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ പരിഹരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ EB 2020.